വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേട്ടറ്റ് എക്സാം സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ കേട്ടറ്റ് അതേപോലെ തന്നെ സെറ്റ് എക്സാം ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും കൂടാതെ ഇനിയും അപേക്ഷ സമർപ്പിക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളും ഈ വീഡിയോ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ അതായത് ഏപ്രിൽ മാസം വിളിച്ച അതായത് ജൂൺ ജൂലൈ മാസത്തിൽ പരീക്ഷ നടക്കുന്ന കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമുക്ക് പരിശോധിക്കാം. നിലവിൽ കേട്ടറ്റ് പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 26-നായിരുന്നു. എന്നാൽ അത് മാറ്റി 2/5/2024 വരെ കേട്ടറ്റ് പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോഴും കേട്ടറ്റ് പരീക്ഷയുടെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് മെയ് 2-ാം തീയതി വരെ അപേക്ഷയുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ പങ്കുവച്ചിരുന്നത് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 അതായത് LPയിലും UPയിലും ഹൈസ്കൂളിലും അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് പരീക്ഷ. LPയിൽ കാറ്റഗറി 1 അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതേപോലെ കാറ്റഗറി 2 UP, കാറ്റഗറി 3 ഹൈസ്കൂൾ, കാറ്റഗറി 4 ലാംഗ്വേജ് വിഭാഗം. ഇത്തരത്തിൽ നിങ്ങൾ ഏതാണോ കാറ്റഗറി ആ കാറ്റഗറിയിൽ മാത്രം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള catet.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കേട്ടറ്റ് ഏപ്രിൽ 2024 ഇവിടെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ പേജിലോട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾ എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ശ്രദ്ധിക്കുക 22/6/2024 മുതൽ അതേപോലെ 23/6/2024 വരെയാണ്. 22-നും 23-നുമാണ് കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നത് 3/6/2024 ആയിരിക്കും. അത് ജൂൺ മാസം 3-ന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. അതിൽ എക്സാം അപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കരിയർ വെയിൻ്റെ ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. താഴെ കൊടുത്ത വാട്സപ്പിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ ഷെയർ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അപേക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാത്തവർ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇനി അപേക്ഷ സമർപ്പിച്ചവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഓൾറെഡി കൃത്യമായിട്ട് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 22/6/2024 അതായത് ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേട്ടറ്റ് 1 ആണ്. കേട്ടറ്റ് 1-ഉം 2-ഉം 22-നും കേട്ടറ്റ് 3-ഉം 4-ഉം 23-നുമാണ് നടക്കുന്നത്. ഇനി അതേപോലെ സിലബസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിലവിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏതാണ് കാറ്റഗറി അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിലബസും മോഡൽ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുക. കാരണം മെയ് ജൂൺ 2 മാസം ഏകദേശം കഷ്ടിച്ച് 2 മാസം മാത്രമാണ്, 2 മാസമില്ല. അതുകൊണ്ട് ഈ ഒരു സമയപരിധിക്കുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടറ്റ് പരീക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അപേക്ഷയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് മിസ്റ്റേക്ക് അത് കറക്ഷൻസിനുള്ള സമയം കൂടി കേട്ടറ്റ് ഭാഗത്തിന് അതായത് 4/5/2024 മുതൽ 7/5/2024 വരെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് വരുത്തുവാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അതായിട്ട് സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ പരിശോധിക്കാം. അതായത് സെറ്റ് എക്സാം നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതായത് +2 വരെ +2 തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതാ പരീക്ഷയാണ് സെറ്റ് എക്സാം, അതായത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ജൂലൈ 2024 നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷ ഇനിയും സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ സെറ്റ് എക്സാമിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആ പഴയ വീഡിയോ കണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അതേപോലെ ഇനിയും അപേക്ഷ സമർപ്പിക്കാതെ ശ്രദ്ധിക്കുക, നേരത്തെ ഡേറ്റ് വീണ്ടും
26-ൻ്റെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് സെറ്റ് എക്സാമിൻ്റെ ഡേറ്റും നിലവിൽ 30/4/2024 വരെ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും അപേക്ഷ സമർപ്പിക്കാത്തവർ കൃത്യമായിട്ട് നേരത്തെ ചെയ്ത വീഡിയോ കണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്യുക. LBS, അതായത് ജസ്റ്റ് നിങ്ങൾ സെറ്റ് എക്സാം 2024 എന്ന് ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് എഡിറ്റിംഗ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെറ്റ് എക്സാമിൻ്റെ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, നിങ്ങൾ അപേക്ഷ നേരത്തെ കൊടുത്തവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ 3/5/2024 മുതൽ 5/5/2024 വരെ എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ സെറ്റ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് 17/7/2024 അത് ജൂലൈ 17 നിങ്ങൾക്ക് ഓൺലൈൻ അഡ്മിഷൻ ടിക്കറ്റ് അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. എക്സാമിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കുക, ജൂലൈ 28 അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനി ഏകദേശം 2 മാസത്തിൽ കൂടുതൽ, അതായത് മെയ്, ജൂൺ, ജൂലൈ, നിങ്ങൾക്ക് ഏകദേശം 3 മാസത്തിനടുത്ത് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റ് എക്സാമിന് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, ഈ ഒരു ഒഫീഷ്യൽ പേജിൽ വന്നു കഴിഞ്ഞാൽ കറണ്ട് സിലബസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ വിളിച്ചിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ സിലബസ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും സിലബസ് ഇവിടെ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങൾ വരെ വിളിച്ചിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സിലബസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും നിങ്ങൾ പരിചയപ്പെടുക. അപ്പോൾ ഏകദേശം നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഏകദേശം 3 മാസത്തോളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ LP മുതൽ ഹൈസ്കൂൾ വരെ പഠിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയായിട്ടുള്ള കേട്ടറ്റും അതേപോലെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയായിട്ടുള്ള സെറ്റ് എക്സാമിനും തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഉള്ള സമയത്ത് കൃത്യമായിട്ട് പരിശീലിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും സെറ്റ് എക്സാം ഉൾപ്പെടെ കേട്ടറ്റ് ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അടച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.